ഫ്ലോയം പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന പി എസ് സി എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റംസാർ സൈറ്റായി 2024 അംഗീകാരം ലഭിച്ച നാഗി പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. റംസാർ സൈറ്റായി 2024 അംഗീകാരം ലഭിച്ച നാഗി പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്ഫിയർ റിസർവായി വിശേഷിപ്പിക്കപ്പെടുന്ന രാജാജി രാഗതി ബയോസ്ഫിയർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്ഫിയർ റിസർവായി വിശേഷിപ്പിക്കപ്പെടുന്ന രാജാജി രാഗതി ബയോസ്ഫിയർ ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ആർമി ഡിസൈൻ ബ്യൂറോ വികസിപ്പിച്ചെടുത്ത വിദ്യുത് രക്ഷക് ഏതിനം ഉപകരണമാണ്? ജനറേറ്റർ. ആർമി ഡിസൈൻ ബ്യൂറോ വികസിപ്പിച്ചെടുത്ത വിദ്യുത് രക്ഷക് ഏതിന ഉപകരണമാണ്? ജനറേറ്റർ. ഐക്യരാഷ്ട്ര സംഘടന 2025 വർഷത്തെ ഏതു രീതിയിലാണ് ആചരിക്കാൻ തീരുമാനിച്ചത്? ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം. ഐക്യരാഷ്ട്ര സംഘടന 2025 വർഷത്തെ ഏതു രീതിയിലാണ് ആചരിക്കാൻ തീരുമാനിച്ചത്? ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ. ഇപ്പൊ തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ. ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? കുടുംബശ്രീ. ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? കുടുംബശ്രീ. ഇന്ത്യയിലെ പ്രമുഖ ജിയോഫിസിസ്റ്റായ പ്രൊഫസർ ദേവേന്ദ്രലാലിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ലാൽ ഗർത്തം ഏത് ബഹിരാകാശ ഗോളത്തിലാണുള്ളത്? ചൊവ്വ. ഇന്ത്യയിലെ പ്രമുഖ ജിയോഫിസിസ്റ്റായ പ്രൊഫസർ ദേവേന്ദ്രലാലിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ലാൽ ഗർത്തം ഏത് ബഹിരാകാശ ഗോളത്തിലാണുള്ളത്? ചൊവ്വ. ഏത് പ്രശസ്ത കായിക താരത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഡോക്യുമെന്ററിയാണ് 12 ഫൈനൽ ഡേയ്സ്? റോജർ ഫെഡറർ. ഏത് പ്രശസ്ത കായിക താരത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഡോക്യുമെന്ററിയാണ് 12 ഫൈനൽ ഡേയ്സ്? റോജർ ഫെഡറർ. രാജ്യത്തെ ആദ്യത്തെ ഇക്കോ ഫ്രണ്ട്ലി സെക്രട്ടേറിയറ്റ് ഏത് സംസ്ഥാനത്തെയാണ്? അസം. രാജ്യത്തെ ആദ്യത്തെ ഇക്കോ ഫ്രണ്ട്ലി സെക്രട്ടേറിയറ്റ് ഏത് സംസ്ഥാനത്തെയാണ്? അസം. അസമിലെ സെക്രട്ടേറിയറ്റ് ആണ് രാജ്യത്തെ ആദ്യത്തെ ഇക്കോ ഫ്രണ്ട്ലി സെക്രട്ടേറിയറ്റ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, മൾട്ടിപ്പിൾ ഡിസേബിലിറ്റി ബാധിതരുടെ അമ്മമാർക്ക് ഉപജീവന മാർഗം ഉറപ്പാക്കാനായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതി ഏത്? സ്നേഹയാനം. ഓട്ടിസം, സെറിബ്രൽ പാൾസി, മൾട്ടിപ്പിൾ ഡിസേബിലിറ്റി ബാധിതരുടെ അമ്മമാർക്ക് ഉപജീവന മാർഗം ഉറപ്പാക്കാനായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതി ഏതാണ്? സ്നേഹയാനം. ജപ്പാൻ ജ്വരം പരത്തുന്നത് ഏതിനത്തിലെ കൊതുകുകളാണ്? ക്യൂലെക്സ്. ജപ്പാൻ ജ്വരം പരത്തുന്നത് ഏതിനത്തിലെ കൊതുകുകളാണ്? ക്യൂലെക്സ്. ശബ്ദ സ്രോതസ്സിന്റെയോ ശബ്ദ സ്വീകരണിയുടെയോ അല്ലെങ്കിൽ രണ്ടിന്റെയുമോ ആപേക്ഷിക ചലനം മൂലം ശ്രോതാവ് ശ്രവിക്കുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയിൽ മാറ്റമുണ്ടാകുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഡോപ്ലർ ഇഫക്റ്റ്. ശബ്ദ സ്രോതസ്സിന്റെയോ ശബ്ദ സ്വീകരണിയുടെയോ അല്ലെങ്കിൽ രണ്ടിന്റെയുമോ ആപേക്ഷിക ചലനം മൂലം ശ്രോതാവ് ശ്രവിക്കുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയിൽ മാറ്റമുണ്ടാകുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഡോപ്ലർ ഇഫക്റ്റ്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ അച്ചുതണ്ട് ശക്തികൾ ഏതെല്ലാമായിരുന്നു? ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. രണ്ടാം ലോക മഹായുദ്ധത്തിലെ അച്ചുതണ്ട് ശക്തികൾ ഏതെല്ലാമായിരുന്നു? ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. എന്താണ് ക്രീപ്പർ? ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് ആണ് ക്രീപ്പർ. കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന ടെക്സ്റ്റുകൾ നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഏവ? വേർഡ് പ്രോസസ്സറുകൾ. കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന ടെക്സ്റ്റുകൾ നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് വേർഡ് പ്രോസസ്സറുകൾ. ഉയർന്ന കാന്തിക സ്വഭാവമുള്ള ലോഹസങ്കരം ഏത്? അൽനിക്കോ. ഉയർന്ന കാന്തിക സ്വഭാവമുള്ള ലോഹസങ്കരം ഏതാണ്? അൽനിക്കോ. മലയാള മിഷന്റെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നത് ആര്? കേരള മുഖ്യമന്ത്രി. മലയാള മിഷന്റെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നത് ആരാണ്? കേരള മുഖ്യമന്ത്രിയാണ്. ബില്ലിയാർഡ്സ് ടേബിൾ എന്ന അപരനാമമുള്ള ഇന്ത്യയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏത്? ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം, കാൺപൂർ. ബില്ലിയാർഡ്സ് ടേബിൾ എന്ന അപരനാമമുള്ള ഇന്ത്യയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്?
ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം, കാൺപൂർ. സിവാലിക് മലനിരകൾക്ക് സമാന്തരമായുള്ള ഇടുങ്ങി നീണ്ടതും ഭാരമുള്ള പാറകൾ നിറഞ്ഞതുമായ പ്രദേശം ഏത്? ഭാബർ. സിവാലിക് മലനിരകൾക്ക് സമാന്തരമായുള്ള ഇടുങ്ങി നീണ്ടതും ഭാരമുള്ള പാറകൾ നിറഞ്ഞതുമായ പ്രദേശം ഏതാണ്? ഭാബർ. ഓക്കെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ വേർതിരിക്കുന്നത് എന്ത്? 10 ഡിഗ്രി ചാനൽ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ വേർതിരിക്കുന്നത് എന്താണ്? 10 ഡിഗ്രി ചാനൽ. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എത്ര വിഷയങ്ങളെയാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്? 5. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എത്ര വിഷയങ്ങളെയാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്? 5. ഏത് സ്ഥാപനത്തിന്റെ മുഖമാസികയാണ് കേളി? സംഗീത നാടക അക്കാദമി. ഏത് സ്ഥാപനത്തിന്റെ മുഖമാസികയാണ് കേളി? സംഗീത നാടക അക്കാദമിയുടെ മുഖമാസികയാണ് കേളി. MS ധോണിക്ക് ശേഷം 250 IPL മത്സരങ്ങൾ കളിക്കുന്ന രണ്ടാമത്തെ താരം? രോഹിത് ശർമ്മ. MS ധോണിക്ക് ശേഷം 250 IPL മത്സരങ്ങൾ കളിക്കുന്ന രണ്ടാമത്തെ താരം ആരാണ്? രോഹിത് ശർമ്മ. എന്താണ് സൈബർ ടോഡ്സ് എന്നറിയപ്പെടുന്നത്? കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ സ്വകാര്യ അവകാശങ്ങൾ ഹനിക്കുന്ന കുറ്റകൃത്യങ്ങളാണ് സൈബർ ടോഡ്സ്. എന്താണ് സൈബർ ടോഡ്സ്? കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ സ്വകാര്യ അവകാശങ്ങൾ ഹനിക്കുന്ന കുറ്റകൃത്യങ്ങളാണ്. പാൽ, മാംസം, കടൽ വിഭവങ്ങൾ, കൂൺ എന്നീ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ഏത് രുചി തരുന്ന ഘടകങ്ങളാണ്? ഉമാമി. പാൽ, മാംസം, കടൽ വിഭവങ്ങൾ, കൂൺ എന്നീ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ഏത് രുചി തരുന്ന ഘടകങ്ങളാണ്? ഉമാമി. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ അറിവ് കൂടാതെ കമ്പ്യൂട്ടർ സിസ്റ്റം തകരാറിലാക്കാനായി തയ്യാറാക്കിയ സോഫ്റ്റ്വെയറുകൾ ഏവ? മലീഷ്യസ് സോഫ്റ്റ്വെയർ. എന്താണ്? കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ അറിവ് കൂടാതെ കമ്പ്യൂട്ടർ സിസ്റ്റം തകരാറിലാക്കാനായി തയ്യാറാക്കിയ സോഫ്റ്റ്വെയറുകൾ ഏവ? മലീഷ്യസ് സോഫ്റ്റ്വെയർ. ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖലകളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഭാഷ ഏത്? കോബോൾ. ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖലകളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഭാഷ ഏതാണ്? കോബോൾ. വിവിധതരം റിലീസിംഗ് ഹോർമോണുകൾ, ഇൻഹിബിറ്ററി ഹോർമോണുകൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെയും മൊത്തമായും നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഹൈപ്പോതലാമസ്. എന്താണ്? വിവിധതരം റിലീസിംഗ് ഹോർമോണുകൾ, ഇൻഹിബിറ്ററി ഹോർമോണുകൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെ മൊത്തമായും നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഹൈപ്പോതലാമസ് ആണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ മറുപടി ലഭിച്ച് എത്ര ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടത്? 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ മറുപടി ലഭിച്ച് എത്ര ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടത്? 30 ദിവസത്തിനുള്ളിലാണ്. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോഴുണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? ഗ്ലോക്കോമ. എങ്ങനെയാണ്? കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോഴുണ്ടാകുന്ന രോഗാവസ്ഥ ഏതെന്ന് ചോദിച്ചാൽ അത് ഗ്ലോക്കോമയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമൂഹിക ക്ഷേമ പദ്ധതികളും സേവനങ്ങളും നടപ്പാക്കാനായി സംസ്ഥാന സാമൂഹിക ക്ഷേമ വകുപ്പ് രൂപം കൊണ്ടത് ഏത് വർഷമാണ്? 1975 സെപ്റ്റംബർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമൂഹ്യക്ഷേമ പദ്ധതികളും സേവനങ്ങളും നടപ്പാക്കാനായി സംസ്ഥാന സാമൂഹിക ക്ഷേമ വകുപ്പ് രൂപം കൊണ്ടത് ഏത് വർഷമാണ്? 1975 സെപ്റ്റംബർ. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? കാര്യനിർവഹണ വിഭാഗം. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? കാര്യനിർവഹണ വിഭാഗം. ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏത്? വന്ദേ ഭാരത് എക്സ്പ്രസ്. ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏതാണ്? വന്ദേ ഭാരത് എക്സ്പ്രസ്. ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേരെന്ത്? ഒഗനെസൺ. ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേരെന്ത്? ഒഗനെസൺ. ആന്തരകർണത്തിൽ ഒച്ചിന്റെ പുറംതോടിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം ഏത്? കോക്ലിയ. ആന്തരകർണത്തിൽ ഒച്ചിന്റെ പുറംതോടിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? കോക്ലിയ.